ഗോൾഡൻ വിസയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു വ്യാജ വാർത്തയെക്കുറിച്ചാണ്. 23 ലക്ഷം രൂപ നൽകിയാൽ ഇന്ത്യക്കാർക്ക് ആജീവനാന്ത ഗോൾഡൻ വിസ ലഭിക്കുമെന്നായിരുന്നു പ്രചാരണം. ഈ വാർത്ത ശരിയാണോ? ഇതിന് പിന്നിലെ വസ്തുതകൾ എന്തൊക്കെയാണ്? UAEയുടെ പ്രതികരണം എന്താണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും ചില ഇന്ത്യൻ മാധ്യമങ്ങളിലും ഒരു വാർത്ത വലിയ തോതിൽ പ്രചരിച്ചിരുന്നു. 23 ലക്ഷം രൂപ നൽകിയാൽ ഇന്ത്യക്കാർക്ക് UAEയിൽ ആജീവനാന്ത ഗോൾഡൻ വിസ സ്വന്തമാക്കാം എന്നായിരുന്നു ആ വാർത്ത. കേൾക്കുമ്പോൾ വളരെ ആകർഷകമായി തോന്നാവുന്ന ഒരു ഓഫർ ആയിരുന്നു ഇത്. കാരണം UAE ഗോൾഡൻ വിസ ലഭിക്കുന്നതിന് സാധാരണയായി വലിയ നിക്ഷേപങ്ങളോ ഉയർന്ന യോഗ്യതകളോ ആവശ്യമാണ്. അങ്ങനെയിരിക്കെ കേവലം 23 ലക്ഷം രൂപയ്ക്ക് ആജീവനാന്ത വിസ എന്നത് പലർക്കും വിശ്വസനീയമായി തോന്നി. ഈ വ്യാജ വാർത്ത എങ്ങനെയാണ് പ്രചരിച്ചത് എന്ന് നോക്കാം. VFS ഗ്ലോബലിന്റെ എഡ്യൂക്കേഷൻ, ട്രേഡ് ആൻഡ് മൈഗ്രേഷൻ സർവീസ് യൂണിറ്റ് റിയാദ് ഗ്രൂപ്പുമായി സഹകരിച്ച് പുതിയ അഡ്വൈസറി സേവനം ഒരുക്കിയിരിക്കുന്നു എന്ന മട്ടിലായിരുന്നു ഈ വാർത്തയുടെ തുടക്കം. ഓൺലൈനിലൂടെയും ഫോൺ വഴിയും ഈ സേവനം ലഭ്യമാണ് എന്നും ഇതിൽ പറഞ്ഞിരുന്നു. ഇതുവരെ ദീർഘകാല വിസയ്ക്ക് അപേക്ഷിക്കാൻ UAEയിൽ നേരിട്ട് ഹാജരാകണമെന്നായിരുന്നു എന്നും, എന്നാൽ ഈ പുതിയ സംരംഭത്തിലൂടെ ഇന്ത്യൻ അപേക്ഷകർക്ക് നോമിനേഷൻ, പ്രാഥമിക അനുമതി നടപടികൾ എന്നിവയെല്ലാം ഓൺലൈനിലൂടെ പൂർത്തിയാക്കാനാകുമെന്നും അന്തിമ അനുമതിക്ക് മാത്രം UAEയിൽ എത്തിയാൽ മതിയെന്നും വാർത്തയിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഡൽഹി, മുംബൈ, അഹമ്മദാബാദ്, ചെന്നൈ, ഹൈദരാബാദ്, പൂനെ തുടങ്ങിയ പ്രധാന ഇന്ത്യൻ നഗരങ്ങളിലെല്ലാം ഈ സൗകര്യം ലഭിക്കുമെന്നും വ്യക്തിഗത പ്രൊഫഷണൽ പ്രൊഫൈൽ, പാസ്പോർട്ട് കോപ്പി, വിദ്യാഭ്യാസ യോഗ്യതയുടെ തെളിവ്, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, അഡ്രസ് പ്രൂഫ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കണമെന്നും വ്യാജ വാർത്തയിൽ വിശദീകരിച്ചിരുന്നു. അപേക്ഷകരുടെ പ്രൊഫഷണൽ പ്രൊഫൈൽ, സാമ്പത്തിക നില, വിദ്യാഭ്യാസ യോഗ്യത, UAEയുടെ ഗോൾഡൻ വിസ വിഭാഗങ്ങളുമായുള്ള പൊരുത്തം എന്നിവയെല്ലാം വിലയിരുത്തിയാകും അപേക്ഷകൾ പരിഗണിക്കുക എന്നും പറഞ്ഞിരുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ സാധാരണക്കാർക്ക് ഇതൊരു യഥാർത്ഥ അവസരമായി തോന്നാൻ സാധ്യതയുണ്ട്. VFS ഗ്ലോബൽ, റിയാദ് ഗ്രൂപ്പ് എന്നിങ്ങനെയുള്ള പേരുകൾ ഉപയോഗിച്ച് വാർത്തയ്ക്ക് വിശ്വാസ്യത നൽകാനും കാരണമായി. എന്നാൽ ഇവിടെയാണ് നമ്മൾ വസ്തുതകളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകേണ്ടത്. ഈ വാർത്തകൾ പ്രചരിച്ചതിന് പിന്നാലെ UAE ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തി. അവർ വളരെ വ്യക്തമായി അറിയിച്ചത് ഇന്ത്യക്കാർ അടക്കമുള്ളവർക്ക് പണം നൽകി ഗോൾഡൻ വിസ സ്വന്തമാക്കണമെന്ന വിധത്തിൽ കഴിഞ്ഞ ദിവസം വന്ന വാർത്തകൾ വ്യാജമാണ് എന്നാണ്. ഗോൾഡൻ വിസ നിയമത്തിൽ ഒരു വിധത്തിലും മാറ്റവും വരുത്തിയിട്ടില്ലെന്നും ഫെഡറൽ അതോറിറ്റി വ്യക്തമാക്കി. ഈ പ്രസ്താവനയിലൂടെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചവരുടെ ഉദ്ദേശശുദ്ധിയെയാണ് UAE ചോദ്യം ചെയ്യുന്നത്. തെറ്റായ വാർത്ത നൽകിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും UAE ഫെഡറൽ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ഇത് വളരെ ഗൗരവമേറിയ ഒരു നീക്കമാണ്. ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് UAEയുടെ പ്രതിച്ഛായയെ ബാധിക്കുകയും സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയും സാമ്പത്തിക ചൂഷണത്തിന് ഇരയാക്കുകയും ചെയ്യുമെന്നുള്ളതുകൊണ്ടാണ് UAE ഇത്രയും ശക്തമായ നിലപാട് സ്വീകരിച്ചത്. UAE ഗോൾഡൻ വിസ എന്നത് ദീർഘകാല റെസിഡൻസി പ്രോഗ്രാമാണ്. ഇത് വിദേശ നിക്ഷേപകരെയും സംരംഭകരെയും പ്രതിഭകളെയും ലക്ഷ്യമിട്ടുള്ളതാണ്. 10 വർഷം വരെ കാലാവധിയുള്ള ഈ വിസ UAEയിൽ താമസിക്കാനും ജോലി ചെയ്യാനും പഠിക്കാനും ബിസിനസ് ചെയ്യാനും അവസരം നൽകുന്നു. സാധാരണയായി ഒരു വലിയ നിക്ഷേപം നടത്തുകയോ ഉയർന്ന യോഗ്യതയുള്ള പ്രൊഫഷണലുകളോ ശാസ്ത്രജ്ഞരോ കലാകാരന്മാരോ കായിക താരങ്ങളോ ഡോക്ടറോ എഞ്ചിനീയർമാരോ PhD വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ പ്രത്യേക കഴിവുകളുള്ള വ്യക്തികളോ ആയിരിക്കണം ഗോൾഡൻ വിസയ്ക്ക് അർഹരാകാൻ. നിക്ഷേപകർ, സംരംഭകർ, വിവിധ മേഖലകളിലെ പ്രതിഭകൾ, ഉയർന്ന യോഗ്യതയുള്ള പ്രൊഫഷണലുകൾ, മികച്ച അക്കാദമിക് റെക്കോർഡുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്കാണ് UAE ഗോൾഡൻ വിസയ്ക്ക് അർഹതയുള്ളത്. റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ പൊതു നിക്ഷേപങ്ങളിൽ വലിയ തുക മുടക്കുന്നവർക്കും UAEയിൽ വിജയകരമായ ബിസിനസ് തുടങ്ങാൻ കഴിവുള്ളവർക്കും ഈ ദീർഘകാല റെസിഡൻസി പ്രോഗ്രാം പ്രയോജനപ്പെടുത്താം. ഈ വിഭാഗങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ 23 ലക്ഷം രൂപ നൽകി ആജീവനാന്ത ഗോൾഡൻ വിസ ലഭിക്കും എന്ന വാദം എത്രത്തോളം അടിസ്ഥാനരഹിതമാണെന്ന് നമുക്ക് മനസ്സിലാകും. ഗോൾഡൻ വിസ എന്നത് ഒരു നിശ്ചിത തുക നൽകി വാങ്ങാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നമല്ല, മറിച്ച് UAE സമ്പദ് വ്യവസ്ഥയ്ക്കും സമൂഹത്തിനും സംഭാവന നൽകാൻ കഴിവുള്ള വ്യക്തികളെ ലക്ഷ്യമിട്ടുള്ള ഒരു ദീർഘകാല റെസിഡൻസി പ്രോഗ്രാമാണ്. ഇത്തരം വ്യാജ വാർത്തകൾക്ക് വലിയ സാമൂഹികവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. വ്യാജ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് പണം നഷ്ടപ്പെടുന്ന സാധാരണക്കാരുടെ എണ്ണം വർദ്ധിക്കാൻ ഇത്തരം വാർത്തകൾ കാരണമാകും. ഈ 23 ലക്ഷം രൂപയുടെ വാഗ്ദാനം വിശ്വസിച്ച് അപേക്ഷിക്കാൻ തയ്യാറായ എത്രയോ പേർ ഉണ്ടായിരുന്നിരിക്കാം. UAEയുടെ കുടിയേറ്റ നയങ്ങളെയും വിസ നിയമങ്ങളെക്കുറിച്ച് സാധാരണക്കാരിൽ തെറ്റിദ്ധാരണ പരത്താൻ ഇത് ഇടയാക്കും. രാജ്യങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പ്രതിച്ഛായയെ ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ ബാധിക്കും. UAEയെ സംബന്ധിച്ചിടത്തോളം സുതാര്യവും കർശനവുമായ നിയമങ്ങളുള്ള ഒരു രാജ്യമാണ് അവർ സ്വയം അവതരിപ്പിക്കുന്നത്. ഈ വ്യാജ വാർത്ത അവരുടെ ഈ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തും. ഇതിന്റെ നിയമപരമായ പ്രത്യാഘാതങ്ങൾ നമുക്ക് പരിശോധിക്കാം. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് വലിയ നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. UAE സൈബർ നിയമങ്ങൾ വളരെ കർശനവുമാണ്. വ്യാജ വാർത്തകൾ പെരുകുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ പൗരനും ഇത്തരം വാർത്തകളെ തിരിച്ചറിയാൻ പഠിക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ വ്യാജ വാർത്തകളെ ഒഴിവാക്കാം.
വാർത്ത എവിടെ നിന്നാണ് വരുന്നതെന്ന് പരിശോധിക്കുക. വിശ്വസനീയമായ മാധ്യമങ്ങളോ ഔദ്യോഗിക വൃത്തങ്ങളോ ആണോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുക. അവകാശവാദങ്ങളുടെ വിശ്വാസ്യത പരിശോധിച്ച് ഉറപ്പുവരുത്തുക. ഒരു ഓഫർ അവിശ്വസനീയമാം വിധം നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് സാധാരണമായി വ്യാജമായിരിക്കും. 23 ലക്ഷം രൂപയ്ക്ക് ആജീവനാന്ത ഗോൾഡൻ വിസ എന്നത് അവിശ്വസനീയമായ ഒരു ഓഫർ തന്നെയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഔദ്യോഗിക വെബ്സൈറ്റുകൾ കൂടി പരിശോധിക്കുക. UAE-യിലെ കുടിയേറ്റ നിയമങ്ങളെക്കുറിച്ചും വിസ പ്രോഗ്രാമുകളെക്കുറിച്ചും അറിയണമെങ്കിൽ UAE സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകളോ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയുടെ വെബ്സൈറ്റോ പരിശോധിക്കുക. കൂടാതെ വിദഗ്ധരുടെ ഉപദേശവും തേടുക. വിസ സംബന്ധമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ലൈസൻസ് ഉള്ള കുടിയേറ്റ കൺസൾട്ടന്റുമായി ബന്ധപ്പെടുക. ഇത്തരമൊരു വാർത്ത ലഭിക്കുമ്പോൾ അമിത വേഗത്തിൽ പ്രചരിപ്പിക്കാതിരിക്കുക. ഒരു വാർത്തയുടെ നിജസ്ഥിതി ഉറപ്പുവരുത്തുന്നതിന് മുൻപ് അത് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാതിരിക്കുക. 23 ലക്ഷം രൂപ നൽകിയാൽ ഗോൾഡൻ വിസ ലഭിക്കുമെന്ന വാർത്ത അടിസ്ഥാനരഹിതവും വ്യാജവുമാണ്. UAE ഫെഡറൽ അതോറിറ്റി ഈ വാർത്ത നിഷേധിച്ച് രംഗത്തെത്തുകയും നിയമ നടപടികൾക്ക് ഒരുങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം വ്യാജ വാർത്തകളിൽ വഞ്ചിതരാകാതിരിക്കാൻ നാം ഓരോരുത്തരും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. വിവരങ്ങൾ എപ്പോഴും ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്ന് മാത്രം ശേഖരിക്കുക. UAE ഗോൾഡൻ വിസ എന്നത് ഒരു നിശ്ചിത തുക നൽകി വാങ്ങുന്ന ഒന്നല്ല, മറിച്ച് നിക്ഷേപകർക്കും പ്രതിഭകൾക്കും സംരംഭകർക്കും വേണ്ടിയുള്ള ഒരു സമഗ്രമായ പ്രോഗ്രാമാണ്.